കേരള ഫയർ സർവീസ് അസോസിയേഷൻ ആമയിഴഞ്ചാൻ തൊട്ടിൽക്കപ്പെട്ട ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിയ ധീരസേനാനികൾക്ക് സ്നേഹാദരവ് നൽകി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി ആന്റണി രാജു MLA മുഖ്യാതിഥിയായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ കെ പത്മകുമാർ IPS മുഖ്യപ്രഭാഷണം നടത്തി. ബാധിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ ഏറെ പ്രത്യേകത നിറഞ്ഞ സംഭവമാണ് ഒരു സ്ഥലത്തെ ആമയഴിഞ്ചാൻ തോട്ടിലെ നമ്മുടെ സഹോദരൻ പെട്ടുപോകുകയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ അതിനെല്ലാവരും ഒറ്റുനോക്കുകയായി. പ്രളയഘട്ടത്തിൽ നമ്മളൊക്കെ ഓരോ ഇടങ്ങളിലും അതിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ TV കാണാനും മറ്റൊന്നും നേരമില്ലായിരുന്നു. എന്നാൽ ഇത് ലോകത്താകെയുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പലപ്പോഴും സേനാംഗങ്ങളുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന സ്ഥിതി ഉണ്ടാകാം. അളക്കാൻ കഴിയാത്ത ആത്മാർത്ഥതയോടുകൂടി അടിസ്ഥാന ജീവനക്കാരെ ചേർത്തുപിടിച്ച് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടും നമ്മളോട് തോളോട് തോൾ ചേർന്ന് നിന്ന പ്രിയപ്പെട്ട നമ്മുടെ DGക്ക് കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ സ്നേഹാദരവ്. അടുത്തതായി നമ്മുടെ ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ M നൌഷാദ് സാറിനെ ഏറെ സ്നേഹബഹുമാനത്തോടുകൂടി കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ RFO ശ്രീ അബ്ദുൾ റഷീദ് സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ആദരവ് ഏറ്റുവാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് തിരുവനന്തപുരം ജില്ലാ ഫയർ ഓഫീസർ ശ്രീ സൂരജ് സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ആദരവ് ഏറ്റുവാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് ശ്രീ സെബാസ്റ്റ്യൻ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി തിരുവനന്തപുരം നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ ഷാജി സാറിനെ ഏറെ സ്നേഹബഹുമാനങ്ങളോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ അനീഷ് കുമാർ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് ശ്രീ രൂപേഷ് സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു.